Faith is the door to enter into the surplus supply, abundant supply that God has kept for me. ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സകല സമൃദ്ധിയായ എല്ലാ നന്മയിലേക്കും ഞാൻ കാലെടുത്തു വെക്കുന്നത് വിശ്വാസം മാത്രം മതി. വിശ്വാസത്താലാണ്. And what is faith? എന്താണ് ഈ വിശ്വാസം? Faith is the substance of things that I hope for and the evidence of things that is not seen. ഞാൻ ആശിക്കുന്ന കാര്യങ്ങൾക്ക്, ആശിക്കുന്ന വസ്തുക്കളെ കുറിച്ച് എന്റെ അകത്തുള്ള ഉറപ്പാണ് വിശ്വാസം. വിശ്വാസം എന്നോ വിശ്വാസം എന്നോ ആശിക്കുന്ന കാര്യങ്ങളുടെ, അതാ അടുത്ത 5 പറയാ. ആശിക്കുന്ന ആ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താതിരിക്കാൻ റോമൻ 5:5 പറയാണ്. ആ പ്രത്യാശയ്ക്ക് എന്താ? പ്രത്യാശയ്ക്ക് എൻ്റെ ജീവനും ഭക്തിക്ക് വേണ്ടി, എൻ്റെ മാത്രമല്ല എൻ്റെ തലമുറകൾ, അല്ല അത് ആ തലമുറ എന്ന് പറയുമ്പോൾ 4ാം തലമുറ 7ാം തലമുറ, അവർക്ക് വേണ്ടിയത് മുഴുവൻ എന്നെ വിളിച്ചപ്പോൾ തന്നെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടാ വിളിച്ചത്. ഹല്ലേലൂയ. പ്രത്യാശ, പറഞ്ഞ പ്രത്യാശ. ആശിക്കുന്ന കാര്യങ്ങളുടെ, ആശിക്കുന്ന എന്താ? ആശിക്കുന്നത് എന്താ? ആശയെന്ന് പറഞ്ഞാൽ തന്നെ എന്താ? നന്മയുടെ ആഗ്രഹം, മഹത്വത്തിന്റെ ആശ ആയ ക്രിസ്തു. ക്രിസ്തു അകത്തുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് നല്ല ഒച്ചത്തിൽ പറയണ. ദാരിദ്ര്യത്തെ എൻ്റെ വീട്ടിൽ കയറ്റത്തിൽ ഇറങ്ങിപ്പോയിക്കോണം. അനാരോഗ്യത്തെ എൻ്റെ വീട്ടിൽ കയറാൻ അനുവാദം ഇല്ല. രോഗത്തെ ഈ ശരീരത്തിന് തൊടാൻ പറ്റത്തില്ല. നല്ല ഒച്ചത്തിൽ പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടോ? ആ ശബ്ദം പിശാചിൻ്റെതാ. നേരത്തെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ പോകത്തില്ലായിരുന്നോ? എന്നെ കൂട്ടുകൂടി വീട്ടിൽ വെച്ചോണ്ടല്ലേ ഇതെല്ലാം പറ്റിയത്. ഹല്ലേലൂയ. Hope does not disappoint because the love of God has been given into my heart by the Holy Spirit. പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. കാരണം ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. It started with the God talking about Abraham. Now he says you are greater than Abraham because you are the righteousness of God, and now you have a hope that the world cannot hope for. റോമാലേഖനം 4 അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞിട്ട് അത് അടുത്ത മഹത്വത്തിലേക്ക് നമ്മളോട് പറയണം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് അവൻ മൂലം ഈ മഹത്വത്തിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. ഞാൻ പറയാം, ലോകം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ അല്ല നിങ്ങളെയും എന്നെയും. എത്ര പേര് ആമേൻ അതിന് പറയാൻ തയ്യാറാണ്? ആമേൻ പറഞ്ഞാ പോരെ, ഇതിനകത്ത് കേട്ടണം അത്. ആമേൻ, ആമേൻ. Romans 5:5. Hope does not disappoint. Hope does not disappoint. Hope cannot be disappointed. That is why the Bible says never lose the confidence that God has given you. അതുകൊണ്ടാണ് വചനം പറയുന്നത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മഹാധൈര്യം നിങ്ങൾ തള്ളിക്കളയരുത്. കാരണം അവന്റെ പ്രത്യാശ ഒരിക്കലും നിങ്ങളെ ഡിസപ്പോയിന്റ്, നിരാശരാക്കത്തില്ല. ഇത് എഴുതിയ ആള്, the one who has written this, he is the surety of this covenant. ഈ വചനം എഴുതി തന്നവൻ ഈ പുതിയ ഉടമ്പടിയുടെ ഉറപ്പ് നൽകുകയും കൂടെ ചെയ്യുന്നു. Hope does not disappoint because the love of God is shown into my heart. The love of God, not the love of man. ദൈവം നമ്മളിൽ തന്ന പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരില്ല. ദൈവ പ്രത്യാശിച്ചവനെ ഒരിക്കലും നിരാശപ്പെടുത്തത്തില്ല. കാരണം ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ പകർന്നിരിക്കുന്നു. നമ്മുടെ സ്നേഹമല്ല, അവന്റെ സ്നേഹം. And then it explains what that love is. തുടർന്നാൽ ആ സ്നേഹം എന്താണ്, ആ നമ്മളിൽ പകർന്ന സ്നേഹം എന്താണെന്നാണ് താഴോട്ട്. The Romans 5:8 says, and God manifested his love on the cross. Romans 5:8. അതിന്റെ 5-ാം അധ്യായം തുടർന്ന് 8-ാം വാക്യത്തിൽ വായിക്കുകയാണ്, താൻ ക്രൂശിൽ ആ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ക്രിസ്തു നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ. അടുത്ത ആളിനോട് പറഞ്ഞിട്ട്, നമ്മൾ നന്നായിട്ടല്ല, നമ്മൾ ജനിക്കുന്ന മുമ്പേ തന്നെ നമ്മൾ പാപികളായിരുന്നു. And God showed his love towards us
that while we were still sinners, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ആ സ്നേഹമാ പരിശുദ്ധാത്മാവ് അകത്തോട്ട് പകർന്നിരിക്കുന്നത്. ആ സ്നേഹം കാരണമാ പ്രത്യാശയുള്ളത്. ആ പ്രത്യാശയ വിശ്വാസത്തിന് ഇന്ധനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ വിശ്വാസമാണ് കൃപയിലേക്കുള്ള പ്രവേശനം. കൃപയെന്ന് പറഞ്ഞാൽ അർഹിക്കാത്ത എല്ലാ നന്മയുടെ അവകാശിയാക്കി എന്നെ മാറ്റിയിരിക്കുക. അത് വിശ്വസിക്കുന്നവരും കേൾക്കുന്നവരും ഏറ്റെടുക്കുന്നത് പോലെ ഏറ്റെടുക്കുന്ന അളവ് നിങ്ങളുടെ ജീവിതത്തിൽ അത് നടക്കും. ഏറ്റെടുക്കുന്നില്ലേ ഇന്ന് കൈയടിച്ചുകൊണ്ട് മടങ്ങിപ്പോകാം. പക്ഷെ ചിലർ ഇവിടെ പറയും, ഇല്ല, ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, യേശു എനിക്ക് വേണ്ടി വില കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ഞാൻ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടതാകിയാൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് നല്ല ഉച്ചത്തിൽ ആമേൻ എന്ന് പറഞ്ഞാട്ടെ. ഇരുന്നു. Hallelujah. Then it starts talking into a deeper glory. തുടർന്ന് വീണ്ടും ആ മഹത്വം വർദ്ധിക്കുകയാണ് താഴോട്ട് നമ്മൾ പോകുമ്പോൾ. And then the Bible says in verse 12, verse 15, verse 17 and verse 19. First you read verse 17 and then verse 19. തുടർന്ന് 12, 15, 17 വാക്യങ്ങൾ വായിക്കുമ്പോൾ കൃപ മഹത്വത്തിലേക്ക് പോകും നമുക്ക് കാണാം. ആദ്യം 15-ാം വാക്യം വായിക്കാം. Hallelujah. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും 11 മുതൽ വായിച്ചേ. അത്രയുമല്ല ഇത്രയൊന്നും പറഞ്ഞത് പോരാ. നമുക്ക് ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ആ ബിന്ദു സഹോദരിക്ക് അവിടെ ഇരിക്കുന്ന ബേബി ബ്രദറിനെ കാണാൻ പറ്റുമോ? വാഗത്താനത്തെ ബേബി ബ്രദർ എവിടെ ഇരിക്കുന്നെന്ന് അവിടെ ഇരുന്നുകൊണ്ട് കാണാൻ പറ്റുമോ? എഴുന്നേക്കാൻ പറ്റത്തില്ല. ഇല്ല. ബേബിച്ചൻ ബ്രദറിന് ബിന്ദു സഹോദരി എവിടെ ഇരിക്കുന്നതെന്നറിയോ? ഇല്ല. പക്ഷെ എനിക്ക് ഇവർ രണ്ടുപേരെയും കാണാം. അതാ ദൈവം. നിന്റെ ആദ്യവും അന്ത്യവും മുഴുവൻ്റെ വ്യക്തമായ ചരിത്രം കണ്ടുകൊണ്ട് നിന്നെ നടത്തിയിരിക്കുന്ന ഈ ഞായറാഴ്ച ഇവിടെ വരണമെന്നും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇരിക്കുന്നവരെയും കാണാം, അപ്പുറത്തിരിക്കുന്നവരെയും കാണാം, ഇപ്പുറത്തിരിക്കുന്നവരെയും കാണാം. ഇന്ന് പകൽ ഈ കഴിഞ്ഞ കാലത്തിൻ്റെ മുറിവുകളെ കഴുകി ഇന്നത്തെ ജയാളിയാക്കി നാളത്തെ ശോഭിക്കുന്ന പ്രകാശമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിവുണ്ട്. ചുമ്മാതല്ലേ പറയുന്നത്, അവൻ പൂർണ്ണതയുടെ മധ്യത്തിൽ ഇരിക്കുന്നവൻ. ഭൂമിയിലുള്ള സകലതും വെട്ടിക്കിളികളെ പോലെ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾ പറയട്ടെ, കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് സഹോദരി. പേര് യേശുനാ. അവിടെയും കാണാം, ഇവിടെയും കാണാം, നടുവിലും കാണാം. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ യേശു ആണെന്ന് വിശ്വസിക്കുന്നവർ സീമാട്ടി റൗണ്ടാര വരെ കേൾക്കണം. ആമേൻ. യേശു പറഞ്ഞു, ഞാനാണ് എൻ്റെ ആടുകളുടെ വാതിൽ. എന്നിലൂടെ കടന്നു വരുന്നവൻ മേച്ചിൽ പുറങ്ങൾ കണ്ടെത്തും. ക്രിസ്തു ഇല്ലാതെ വാതിലില്ല, ക്രിസ്തു ഇല്ലാത്ത മേച്ചിൽ പുറങ്ങളില്ല. യേശു എൻ്റെ കർത്താവാണ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മേച്ചിൽ പുറങ്ങൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ നടത്തും. മേച്ചിൽ പുറങ്ങൾ കണ്ടെത്തി അവർ തിരിച്ച് ലോകത്തിൽ പോയി ജ്യോതിസുകളെ പോലെ. ഹല്ലേലൂയ. ഇരുന്നു. Then it goes to verse 12. തുടർന്ന് 12-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ, where are we heading to? നമ്മൾ എങ്ങോട്ടാണ് ഈ മുമ്പോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്? Where are we heading to? എങ്ങോട്ടാണ് നമ്മൾ ലക്ഷ്യം വെച്ച് പോകുന്നത്? We are heading to Romans 8:16. We are heirs of God and co-heirs with Christ. Before saying that, our minds are getting prepared. നമ്മളിങ്ങനെ പോയി റോമർ 8:16 പറയുന്ന ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളുമാണെന്നുള്ള ആ മഹത്വമേറിയ വിഷയത്തിലേക്ക് 1-ാം അധ്യായത്തിൽ നിന്ന് ചുവട് വെച്ച് 4-ാം അധ്യായം വഴി ഇപ്പോൾ 5-ാം അധ്യായത്തിൽ എത്തിയിരിക്കുകയാണ്.
നമ്മുടെ മനസ്സിനെ ഒരുക്കുക. ഞാൻ പറയാം, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ കൊച്ചു ബുദ്ധിക്ക് വലിയ ദൈവത്തെ പിടികിട്ടാൻ ഞാൻ പലതും ഓർക്കും, ഞാൻ കുറച്ചൊക്കെ എത്തിയിട്ടുണ്ടെന്ന്. അപ്പം കർത്താവ് ഒരു പുതിയ ഐറ്റം കാണിക്കും, അതോടെ ഞാൻ പിന്നെ UKG പോയിരിക്കും. Hallelujah. The word of God is escalating. All have sinned, fallen short of glory. Now the word is pulling you out of sin and going to give you a glory when you become the heir of God and co-heir with Christ. The word is heading towards that. മൂന്നാം അധ്യായത്തിൽ എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവര് തേജസ് നഷ്ടപ്പെട്ടൊരു വ്യക്തിയായി കിടന്ന എന്നെയും നിന്നെയും അവിടുന്ന് കൈപിടിച്ചുയർത്തി കൃപയിലൂടെ ദൈവസ്നേഹത്തിലൂടെ അവൻ ഉയർത്തി 8-ാം അധ്യായത്തിൽ വരുമ്പോൾ തന്റെ കൂട്ടവകാശിയായി ഇരുത്തുന്ന നിലയിലേക്ക് കൊണ്ടുപോകുകയാണ്. ഞാൻ ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുവിന്റെ കൂട്ടവകാശി. അങ്ങനെയാണ് ഷാജി ബ്രദറെ. ഞാൻ ദൈവത്തിന്റെ അവകാശി, ക്രിസ്തുവിന്റെ കൂട്ടവകാശി. അങ്ങനെയാണെങ്കിൽ എല്ലാം ഭയത്തോട് പറയണം. ഒരു കാര്യം പറഞ്ഞേക്കാം, എന്നെ വിരട്ടാൻ നോക്കരുത്. ആ പിശാചിന്റെ മുഖത്തോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്നെ വിരട്ടാൻ നോക്കരുത്. വിരട്ടിയാൽ എൻ്റെ കൂടെ ഒരാളുണ്ട്, ആളെ ഞാൻ വിളിക്കും. യേശുവേ എന്നൊരൊറ്റ വിളിച്ചാൽ സകല ചിന്താകുലങ്ങളും അവനിലേക്ക് ഇട്ടുകൊള്ളുകയും അവൻ നിങ്ങൾക്ക് വേണ്ടി. എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നേ? എങ്ങോട്ടാ യാത്ര? മനസ്സൊരുക്കുക. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, ആരും മെച്ചമുള്ളവരല്ല. പിന്നെ മെച്ചമുള്ള സ്ഥലത്തോട്ട് കൊണ്ടുപോകുക. അതിൻ്റെ മുമ്പേ മനസ്സൊന്ന് ഒരുക്കുക. ഇതുവരെ കണ്ടത് ഒരു ഒരുക്കം മാത്രമാണ്. ഇനി നടക്കുമ്പോൾ, നിഴലടിക്കുമ്പോൾ, സൗഖ്യം വരുമ്പോൾ ഞെട്ടാതിരിക്കാൻ, ഇനി കൈവെക്കുമ്പോൾ, മരിച്ചവർ ഉയർക്കുമ്പോൾ നെകളിക്കാതിരിക്കാനുള്ള ചെറിയൊരു ഒരുക്കമാണ്. ഹല്ലേലൂയ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഒരു ആർപ്പ് വിളിച്ചു ഒരു ആമേൻ ഒന്ന്. ആമേൻ, ആമേൻ, ആമേൻ. The love of God was manifested. Verse 12, the Bible says, I am reconciled with God. 12-ാം വാക്യത്തിൽ പറയാണ്, ദൈവസ്നേഹം വെളിപ്പെട്ടപ്പോൾ ഞാൻ ദൈവത്തോട് എന്നെ നിരപ്പിച്ചു. Meaning nothing left. Nothing left. അതിനർത്ഥം ഒന്നും വിട്ടിട്ടില്ല. Reconciliation is a word used by accountants. റീകൺസിലിയേഷൻ, നിരപ്പ് എന്നുള്ള പറയുന്ന ഒരു പദം അക്കൗണ്ടന്റുമാർ ഉപയോഗിക്കുന്ന പദമാണ്. In the bank, ബാങ്കിൽ വരവ് ചെലവ് സമം തീർന്നു. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ പഴയ കണക്ക് ഒന്നുമില്ല, എല്ലാം കീറി ദൂരോട്ട് കളഞ്ഞു. Reconciled to God through Christ. ക്രിസ്തു നിമിത്തം നിങ്ങളുടെ കടം മുഴുവൻ തീർത്ത്, കണക്ക് തീർത്ത്, ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞതാണ് റീകൺസിലിയേഷൻ. 8:5-8 was the payment that was paid because God loves you. അതിന്റെ 5:8 ആ തന്റെ സ്നേഹം ക്രൂശിൽ പ്രസിദ്ധപ്പെടുത്തി. ആ ക്രൂശിൽ വെച്ച് കടം മുഴുവൻ കൊടുത്തു തീർത്ത് നിങ്ങളുടെ പേരിൽ അക്കൗണ്ട് എന്നേക്കുമായി ക്ലിയർ ആക്കി കടമില്ല എന്ന് പറഞ്ഞിരിക്കുക. And then verse 17 the Bible says, 17 ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും ദാനമായി ലഭിച്ചവർ. ഓർച്ച് പറയണം, ദാനമായി കിട്ടിയത്. കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ. എന്നാ ലഭിച്ചു? സമൃദ്ധിയായി ലഭിച്ചവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം. ലോകത്തെ എല്ലാവരും ഇനി പറയാൻ പോകുന്നത് യേശു ക്രിസ്തു നിമിത്തം. ഞാൻ കേട്ടില്ല. യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി
അധികമായി ഏറ്റവും അധികമായി വല്ലപ്പോഴും അല്ല, ഏറ്റവും ഏറ്റവും അധികമായി 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 ആലോചിച്ച് പറഞ്ഞ അധികമായി. അധികമായി. സാമ്പത്തിക കാര്യത്തിൽ, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, കുടുംബത്തിന്റെ കാര്യത്തിൽ, തലമുറയുടെ കാര്യത്തിൽ, എല്ലാത്തിന്റെ മേലും ഏറ്റവും അധികമായി ജീവിതത്തിൽ ഞാൻ വാഴും. വാഴും വാഴും വാഴും. എല്ലാം അനുസരിച്ചുകൊണ്ടല്ലേ നടക്കുന്നത്. വാഴും. പിശാചിനോട് പറയണം, 1 minute പ്ലീസ്. നീ മുഴുവൻ കേട്ടില്ലായിരുന്നു. 19ാമത്തെ വാക്യം. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ. ഒറ്റ മിനിറ്റ്. അതെന്നാന്ന് ചോദിച്ചാൽ, എനിക്ക് വേണ്ടി എല്ലാം അനുസരിച്ചു അവൻ്റെ ഉള്ളിലാക്കി. ദൈവം എന്നെ ക്രിസ്തുവിൽ കാണുമ്പോൾ എല്ലാം അനുസരിച്ചതുപോലെ നിൽക്കുന്നേ. പിശാച് പഴയത് പറഞ്ഞ് എന്നാലും അനുസരിച്ചില്ലല്ലോ. ആര് വരും? നീ സൂക്ഷിച്ചു നോക്കിക്കേ. ഇല്ല, എനിക്ക് കാണാൻ പറ്റുന്ന അതാ നിന്റെ കണ്ണ് കുരുടാന്ന് പറഞ്ഞ. നോക്കിക്കേ, ഏകന്റെ നീ ഒരുത്തരെ വഞ്ചിച്ചില്ലേ, അത് കാരണമാണല്ലോ എല്ലാരും പാപികളായ. അതുപോലെ തന്നെ ഒടുക്കത്തെ ആദാമായ യേശു എനിക്ക് വേണ്ടി അനുസരിച്ചത് കൊണ്ട് അവന്റെ അനുസരണത്താൽ ജീവിതത്തിൽ ഞാൻ വാഴും. അബ്രഹാമിന് കൽപ്പനകൾ അനുസരിച്ചത് കൊണ്ടല്ല ഈ വാഗ്ദത്തം ലഭിച്ചത്, വിശ്വസിച്ചത് കൊണ്ട്. അതുകൊണ്ടാണ് യേശുവിനെ ഒടുക്കത്തെ ആദാം എന്ന് വിളിച്ചത്. യേശുവിനെ ഒടുക്കത്തെ ആദാം എന്ന് വിളിച്ചാൽ, ആദ്യത്തെ ആദാം കുഴപ്പക്കാരനായിരുന്നെങ്കിൽ യേശുവിനെ ഒടുക്കത്തെ ആദാം എന്ന് വിളിക്കുന്നത് ശരിയല്ല. പക്ഷെ ആദ്യത്തെ ആദാം ദൈവത്തിന്റെ അതേ സ്വരൂപം, അതേ മഹത്വം വന്നിരിക്കുക ശരീരത്തിൽ വീണ്ടും. ഒടുക്കത്തെ ആദാം. അനുസരണക്കേട് കാണിച്ചു, പകരം ഒടുക്കത്തെ ആദാം വന്നിരിക്കുക അനുസരണമായിട്ട്. സ്ത്രീയുടെ സന്തതി പിശാച് നിന്റെ തല, നീ അനുസരണക്കേട് കാണിപ്പിച്ചു അല്ലേ? ഞാൻ വിടുന്നുണ്ട് ഒരാളെ, സെയിം പേരുകാരനെ വിടുന്നേ, സെയിം പേരുകാരനെ വിടുന്നേ. ആദാം എന്ന് തന്നെ അവിടെ എഴുതിയിരിക്കുന്നേ. പക്ഷെ അവൻ നിന്റെ തല തകർക്കും. കൃപയുടെ ദാനം, നീതി ദാനം ലഭിച്ചവർ ജീവനിൽ വാഴും. മനസ്സിൽ പിശാച് പറയും, പക്ഷെ നീ പെർഫെക്റ്റ് അല്ലല്ലോ. കറക്റ്റാ, പക്ഷെ അവന്റെ അനുസരണത്താൽ ഞാൻ പെർഫെക്റ്റാ. And redeemed, we worship you now. Holy, holy, holy are you, Lord. മൂപ്പന്മാരും ദൂതന്മാരും വണങ്ങി ആരാധിക്കുന്നവനെ നമ്മൾ കരം ഉയർത്തി ആരാധിക്കുന്നു. And angels and elders bow. Redeemed, we worship you now. Holy, holy, holy are you, Lord. തോൽവിയുടെ ചരിത്രം എഴുതിക്കാനല്ല എന്നെ വിളിച്ചത്. എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു മുഖാന്തരം ജയത്തിന്റെ ഉത്സവത്തിന്റെ ചരിത്രം എഴുതാനാണ് നിങ്ങളെയും എന്നെയും ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്.
പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? എന്റെ രോഗബന്ധനം അഴിഞ്ഞു മാറി. ഇപ്പൊ എങ്ങനെയുണ്ട് പെടലി? സൗഖ്യമായി. എനിക്ക് എന്റെ കൈ ഒന്ന് ഉയർത്താൻ വയ്യായിരുന്നു, കൈ അടിക്കാൻ വയ്യായിരുന്നു, ഭയങ്കര തടസ്സമായിരുന്നു. ആ തടസ്സത്തെ പൊട്ടിച്ചു എന്റെ യേശു കർത്താവ്, അത് പൊട്ടിച്ചു. ആരമടിച്ച് സിസ്റ്റർ പറഞ്ഞേ ഇങ്ങനെ വേദനയായിരുന്നു ഇരിക്കുന്ന ഇരിപ്പില്. എത്ര നാളായിട്ട് ഇതുണ്ടായിരുന്നു? കുറേ നാളായി. പക്ഷെ ഇപ്പൊ എനിക്ക് ഒരു അഭിഷേകം എന്റെ ശരീരത്തിലോട്ട് ഇറങ്ങി, ഞാൻ വീണുപോയി. ഇപ്പൊ മാറി പടലെത്തിരിക്കാം. ഒന്ന് തിരിച്ച് നല്ലപോലെ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. സിസ്റ്റർ സൗഖ്യമായി. ഞാൻ ഇവിടെ വന്ന് പ്രേയറിന് ഇരിക്കുമ്പോഴേ എൻ്റെ പെടലി ഇങ്ങനെ തിരിക്കാൻ മേലായിരുന്നു, ഇങ്ങനെ എനിക്ക് തിരിക്കാൻ മേലായിരുന്നു. ഇപ്പൊ പെടലിക്ക് ഒരു പ്രയാസവും ഇല്ല, നല്ലപോലെ തിരിച്ചു കാണിച്ച്, ഒരു പ്രശ്നവും ഇല്ല. എനിക്ക് കരമടിച്ച് സൗഖ്യമായ സിസ്റ്റർ. ഇടയ്ക്കിടയ്ക്ക് പെടലിയുടെ ഇവിടെ വേദനയായിരുന്നു. പക്ഷെ ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കാലേ കൂടെ എന്തോ ഇങ്ങനെ കയറി വരുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. സൗഖ്യമായി. കരമടിച്ച് എനിക്ക് ഒത്തിരി വർഷങ്ങളായിട്ട് എനിക്ക് പെടലിങ് ഇരിക്കുമ്പോഴത്തേന് ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്ക് എന്തോ പോയ പോലെ തോന്നുന്നുണ്ട്. തല നല്ലപോലെ തിരിച്ച് ടീച്ചർ സൗഖ്യമായോ? ഇനി വന്നേ. ഇവിടെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ കിരികിരാഴ്ചയുണ്ടായിരുന്നു. എനിക്ക് മൊത്തം എൻ്റെ ഉച്ച മുതൽ ഉള്ളംകാലം വരെ എന്തോ ഒരു ഇറിറ്റേറ്റഡ് ആണ്. ഇപ്പൊ എനിക്ക് സൗഖ്യമായി, കർത്താവ് സൗഖ്യം. ഇടത്തെ സൈഡിന് കുറച്ച് നാളുകളായിട്ട് വേദനയായിരുന്നു. ഈ വേദനയുടെ കൂടെ ഇവിടെ തരിപ്പ് ഉണ്ടായിരുന്നു. സൈഡില് താഴേക്ക് ഉണ്ടായിരുന്നു. എന്താ സംഭവിച്ചു പറഞ്ഞാൽ ഇവിടെ തലയെ കൈവച്ചപ്പോ എനിക്ക് ഷോക്ക് അടിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. സൗഖ്യമായി, പൂർണ്ണ സൗഖ്യം. ചുമ്മാതെയല്ല തുള്ളിച്ചാടുന്നത്. തുള്ളിച്ചാടിയാടി